ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റമദാൻ കരീം. റമദാൻ ഡേ 1ൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത്. അതുപോലെ ഒരു ചിക്കൻ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ഈ ക്രിസ്പി ആൻഡ് ചീസി സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതാക്കി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു സവോള ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ കുക്കായി വരുമ്പോൾ ഇതിലേക്ക് മസാല പൗഡേഴ്സ് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ റോസ് സ്മെല്ല് പോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം അതുപോലെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ക്യാബേജ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ക്യാബേജ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാല, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുക്കാം. ഞാൻ സ്വിറ്റ്സിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഓരോന്നായിട്ട് എടുത്ത് ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. സ്പ്രിംഗ് റോൾ ഷീറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെ ഞാൻ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് ഷീറ്റ് റോൾ ചെയ്തെടുക്കാം. ഷീറ്റിൻ്റെ എൻഡിൽ ഇതുപോലെ മൈദ സ്ലറി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിതുപോലെ 8 സ്പ്രിംഗ് റോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എയർ ഫ്രൈയും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ക്രിസ്പി ആൻഡ് ചീസി സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കുന്നത്. സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് മൈദ, ഉപ്പും ഓയിലും വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടി പച്ചമുളക്, സവോള, കറിവേപ്പില, ഒരു ചെറിയ പീസ് ജിഞ്ചറും 2-3 പീസ് ഗാർലിക്കും കൂടെ ഇട്ട് ഒന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ഈ സവോള മിക്സ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായത്. ഇനി അത് ഷ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ ഷീറ്റൊക്കെ ഇതുപോലെ പരത്തിയെടുത്ത് റൗണ്ടായി പരത്തിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സമൂസൻ്റെ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി പേസ്റ്റ് വെച്ച് മൈദ പേസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ സമൂസ ഉണ്ടാക്കിയെടുക്കാം. എല്ലാ സമൂസയും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഫസ്റ്റത്തെ നോമ്പ് തുറ ഉമ്മയുടെ ഉപ്പാൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഈ 2 സ്നാക്സും ഉണ്ടാക്കി അങ്ങോട്ട് പോവാണ്. അപ്പം ഈ സമൂസയും കൂടെ ഫ്രൈ ചെയ്ത് സ്നാക്സും എടുത്ത് നമ്മൾ അങ്ങോട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി അങ്ങോട്ട് പോവും. സ്നാക്സായിട്ട് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട്, ചട്ടിപ്പത്തിരി, ചിക്കൻ റോൾ, ചിക്കൻ സമൂസ,
അൽഹംദുലില്ല അങ്ങനെ നോമ്പൊക്കെ തുറന്നു. നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. മെയിൻ കോഴ്സിനായിട്ട് ഇന്ന് ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിരിയാണ്. നോമ്പാകുമ്പോൾ നമ്മൾക്ക് പത്തിരി കഴിക്കാനൊരു കൊതിയാണ്. അപ്പോൾ ഫസ്റ്റത്തെ നോമ്പിന് തന്നെ ഉമ്മ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അതുപോലെ കറിയായിട്ട് ചിക്കൻ വറുത്തരച്ച കറിയാണ് പത്തിരിക്കുള്ളത്. പിന്നെ ചായയും. അങ്ങനെ ഉമ്മയുടെ അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഡേ 1 റമദാൻ്റെ വിശേഷങ്ങൾ. ഞാൻ ഇനി കൂടുതൽ റെസിപ്പി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, വീഡിയോസൊക്കെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.